തോമാച്ചോ ഇങ്ങോട്ടൊന്ന് കയറിയച്ചും പറഞ്ഞേ. ഇങ്ങോട്ടൊന്ന് കയറിയച്ച്. ഇത് നമ്മുടെ ഇക്കോയും കുഞ്ഞുമ്പോയില്ലേ? ഇരിക്കണോ? രണ്ടും കൂടെ വാതൊക്കെ വന്ന് വിശക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ചോറ് കൊടുത്തു. നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് എപ്പോ വന്ന്? ഞങ്ങൾ വരുന്ന വഴിയാണ് തോമാച്ച. ഇരി ഞങ്ങള് വഴി ചത്തു പോകത്തേ ഉള്ളൂ. ഇരുന്നു. പിന്നെ നമ്മളെ കുറവെല്ലാം മുറിഞ്ഞു പോയി. കർത്താവ് വിചാരിച്ച് തോമാച്ചന് ഒരു ഉപകാരം ചെയ്യണം. എന്നതാ? ഞങ്ങളുടെ ആ കേസ് രാജിയാകണം. എന്തിനാ? ഞങ്ങൾ ഈ പുറമ്പോക്കിന്ന് പോകാൻ പോകണം തോമാച്ച. ചോറ് തന്നെ. ഞങ്ങൾ എവിടെ കിടന്നാല് മയ്യത്തായി പോകത്തേ ഉള്ളൂ. പട്ടിണി കിടന്നു. ഇനി പഴയതുപോലെ ആളുകളെ പേടിപ്പിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട. എവിടെങ്കിലും പൊയ്ക്കും, അതാ നല്ലത്. അതല്ലേ മറിയപ്പമ്പളെ കേസ് രാജിയാക്കാൻ പറയാൻ. രാജിയാക്കണമെങ്കിൽ രാജിയാക്കാൻ എനിക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പറയരുത് തോമാച്ച. ഇരി, ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഈ കേസ് നടത്താനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അറിയേ, ഇവർക്ക് രണ്ടുപേർക്കും ഓരോ രൂപ കൊടുത്തേരെ. ഞാൻ നിനക്ക് തന്നേക്കാം. രൂപ കൊടുത്ത് അത് കൊണ്ടുപോയി കള്ളു കുടിച്ചിട്ട് പിന്നെയും വഴക്കിന് വരുമല്ല. അയ്യോ, ഞങ്ങള് നിർത്തി തോമാച്ച. ഞങ്ങള് നിർത്തിയെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എന്നോട് ക്ഷമിക്കണം. മറിയിച്ചെടുത്ത് ക്ഷമിക്കണം കേട്ടാ. എന്റെ കർത്താവേ, ഒരു മാസം കഴിഞ്ഞ് ചെറുക്കൻ്റെ ഒരു കത്ത് വന്നിട്ടേ. എന്താ വേണം? ചെറുക്കന്റെ കത്ത് വന്നിരിക്കുന്നു. വന്നാ? എന്നാ ഉണ്ട് വിശേഷം? വായിക്ക്. അപ്പച്ചനും അമ്മച്ചിയും അറിയാൻ ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു മാസം കഴിയാറായി. ഇപ്പോഴെങ്കിലും അവനൊന്ന് ഓർത്തല്ലോ. ഒന്ന് ചുമ്മാതിരടി. ഒരു കത്ത് പോലും നിങ്ങൾക്ക് എഴുതരുതെന്ന് എന്റെ മനുഷ്യനൊന്ന് വേഗം വായിക്ക. നീ ഒന്ന് ചുമ്മാതിരടി. കഞ്ഞിയും കറിയും വയ്ക്കുന്ന പോലെയാണോ കത്ത് വായിക്കുന്ന ഒരാള്? എന്നാ നീ അങ്ങോട്ട് വായിക്ക. വിചാരിച്ചിരുന്നതാണ്, എന്നാലും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി യാണി എഴുതുന്നത്. മേരിക്കുട്ടിയെ എനിക്ക് കല്യാണം ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ഒറ്റ രൂപ പോലും നിങ്ങൾക്ക് അയച്ചു തരില്ല. എന്റെ മാതാവേ, ഞാനിനി വീട്ടിലേക്ക് വരില്ല. എന്നെ മറന്നേക്കും എന്ന് സ്വന്തം മകൻ മത്തായി. കർത്താവേ, ഞങ്ങൾ പഷ്ണിയായി പോകുമല്ല കർത്താവ്. നീ എന്താടി വേണ്ട ഈ പുളിയെല്ലാം പറക്കി തിന്നുന്നത്? അയ്യോ, ഞാനെങ്ങും തിന്നില്ല. ഇവിടെ വീണ് കിടക്കുന്നതുകൊണ്ട് പെറുക്കി എടുക്കായിരുന്നു. എന്നിട്ട് നിന്റെ വായിൽ ഇപ്പോഴും പുളി കിടപ്പുണ്ടല്ലോ. അതൊരു ചെറിയ കഷ്ണം. ശരി പെണ്ണേ, ഈ പ്രായത്തില് പെൺപിള്ളേര് പുളി തിന്നണത് നല്ലതിനല്ല കേട്ടാ. എന്താടി പെണ്ണേ, കുഴപ്പം വല്ലതും പറ്റിയാ? അയ്യേ, ഇങ്ങനെയൊക്കെ പറയാൻ നാണല്ലോ. ഇതിനൊക്കെ നാണിക്കേണ്ട കാര്യമില്ലെന്നേ. കുഴപ്പം വല്ലതും പറ്റിയെങ്കിലേ എന്നോട് പറ. ചെവി അറിയാണ്ട് ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. പെരയുടെ കുറ്റമൊക്കെ തീർന്നോ അറിയാൻ? തീർന്നു വരുന്നു. മനഃശോധത്തിന് ദിവസം നിശ്ചയിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നത്. അല്ലേ, അത് നമുക്ക് എപ്പോ വേണമെങ്കിലും നടത്താല്ല. ഏതായാലും പെണ്ണിന്റെ അപ്പം കൂടി ഇങ്ങോട്ട് വരട്ടെ. ഞാൻ അപ്പുറത്തോട്ടൊന്നും ചെല്ലട്ടെ, ഊട്ടിയിട്ടിട്ട് കുറെ നാളായി. എന്നാ ചെന്നേച്ചു വാ. ഫോൺ ഇവിടെ കഴിക്കാം കേട്ടാ. ഇതെന്താണ് മോളെ? ഒന്നുമില്ല അമ്മച്ചി. നീ പിന്നെന്താണ് ആക്കാനിച്ചത്? അത് പിന്നെ ഒരു പുളിച്ചു തേട്ടല് പോലെ. അത്രേ ഉള്ള. നീ ഇതേ അടുക്കളയിലോട്ട് ചെന്ന് 5-6 പപ്പടം കാച്ചിയെടുത്ത് കറിയാക്കൂടെ ചോറ് കൊടുക്കണം. കറിയാ വന്നത് എന്നാത്തിനാണെന്നറിയാവാ? മനസ്സുയോദ്യത്തിന്റെ ദിവസം നിശ്ചയിക്കാനാണ്. അവൻ നാട്ടുപുറത്തെങ്ങാണ്ട് നല്ലൊരു വീട് മേടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്.
നിന്റെ നല്ല കാലത്തിനാണ് മോളെ മത്തായി കുട്ടിയായിട്ടുള്ള കെട്ട് നടക്കാണ്ട് പോയത്. അമ്മച്ചി, ഓ, ഞാനൊരു കാര്യം പറഞ്ഞാ വഴക്കിടുവോ? കാര്യം എന്താണെന്ന് പറഞ്ഞേ. എനിക്ക് ഈ കല്യാണം വേണ്ട അമ്മച്ചി. ദേ കണ്ട, വടക്കിടണ്ടെന്ന് പറഞ്ഞിട്ട് പറയണ കാര്യം കേട്ടില്ലേ? ഇതിന്റെ അപ്പച്ചൻ കേക്കണ്ട. അപ്പച്ചനോട് അമ്മച്ചി തന്നെ പറഞ്ഞാ മതി. എന്നിട്ട് ഞാൻ തൊഴി മേടിക്കണം ഇല്ലടി? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാ. കറിയായിക്ക് നീ എന്നാ കുറ്റമാണ് കണ്ടുവച്ചിരിക്കണത്? ഒരു കുറ്റവും ഇല്ല. കുറ്റമില്ലെങ്കിൽ പിന്നെ നീ അവനെ വേണ്ടാന്ന് പറയുന്ന എന്നത്തിനടി? ഒരു കാര്യമുണ്ട് അമ്മച്ചി. എന്ത് കാര്യമാണടി? ഞാൻ കൂടെ ഒന്ന് അറിയട്ടെ. പറയടി പെണ്ണേ. എന്നെ വേറൊരാളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. ഞങ്ങളാരും അറിയണ്ട. അതറിയണേ? പറയടി. ചോദിച്ചു. ആരെ? കൊച്ചുമുതലാളിയാ? കൊച്ചുമുതലാളി നിന്നോട് പറഞ്ഞാടി പെണ്ണെ നിന്നെ കെട്ടിക്കൊള്ളാന്ന്? എന്നോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. നിനക്ക് കിറുക്കാണടി പെണ്ണ്. നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേടി? ഇല്ല അമ്മച്ചി, എന്റെ ജോയിച്ച് നിന്നെ ഒരിക്കലും പറ്റിക്കില്ല അമ്മച്ചി. അപ്പൊ നിങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നോടി മോളെ? ഉണ്ടായിരുന്നു അമ്മച്ചി. എന്നാ എന്റെ പൊന്നു മോൾ ഇന്ന് മുതൽ കാണരുത് കേട്ടാ. നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഇടവൻ. അപ്പച്ചൻ ഇതറിഞ്ഞാ കൊന്നുകളെ. എന്തായാലും ഇനി കാണാതിരിക്കാൻ പറ്റുകയില്ല അമ്മച്ചി. എന്താടി മോളെ, വല്ല കുഴപ്പവും പറ്റിയ? അതിന് അമ്മച്ചി എന്തിനാ പേടിക്കുന്നേ? ജോയിച്ചൻ എന്നെ കല്യാണം കഴിക്കുമല്ലോ. അതാണോടി മോളെ നീ ഓക്കാനിച്ചത്? എന്റെ മോളെ, നീ എന്നെ ചതിച്ചോടി. അമ്മച്ചി, 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 നോക്കൂ അമ്മച്ചി. എന്റെ താടി, അമ്മച്ചി, എന്റെ താടി, അമ്മച്ചി, എന്റെ താടി മറിയ ചേർത്തിയെ പറത്തി ചേർത്തി മരിച്ചു. എന്റെ കർത്താവ്, മതി മോളെ. ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നോണ്ട് വല്ല കാര്യമുണ്ടോ തോമാച്ച? മരണത്തെ തടുക്കാൻ മനുഷ്യനെ കൊണ്ടാവൂ? താറതി മരിച്ചിട്ട് 2-3 മാസമായില്ലേ? ഇനി ഇങ്ങനെ പെരേ തന്നെ ഇരുന്നാലോ? വല്ല ജോലിക്കും പോകാണ്ട് സൂക്കേട് വല്ലതും പിടിക്കത്തില്ലയോ? നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. ഞങ്ങ വന്ന കാര്യം പറയാനാണെങ്കി നിങ്ങൾക്ക് അങ്ങോട്ട് പറയരുതോ? എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാം. നമുക്ക് ആ കാര്യം അങ്ങോട്ട് നടത്തരുതോ തോമാച്ച? ആ കല്യാണക്കാര്യം ആർക്കറിയായോ? ഞങ്ങളൊരു രഹസ്യം പറയുകയായിരുന്നു. ആ ശരി, കറിയോടെ ഇവിടെ കേട്ടോട്ടെ. നീ അവിടെ നിൽക്കുക കറിയേ. ഏത് കല്യാണക്കാര്യമാ നിങ്ങൾ പറയണേ? അല്ല, മേരിക്കുട്ടീനെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിക്കണ കാര്യേ. ആ, ഞങ്ങൾക്ക് ഇനിയിപ്പം സ്ത്രീധനമൊന്നും വേണമെന്നില്ല. തന്നെയല്ല, മത്തായിക്കുട്ടിക്ക് ഒരു വാശി മേരിക്കുട്ടീനെ തന്നെ കെട്ടണമെന്ന്. പിന്നെ ഞങ്ങളും കരുതി അതങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ എന്ന്. നിങ്ങൾ രണ്ടിനും ഇവിടെ നിന്ന് ഞാൻ ചവിട്ടി ഇറക്കാത്ത എന്താണെന്ന് അറിയാമോ? തറണിയുടെ ശവം എടുക്കാൻ താൻ കൂടെ വന്നിരുന്നുകൊണ്ടാണ്. ഇറങ്ങി പോടാ അവിടെ നിന്ന്. പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കും. നിനക്കല്ല നാണം ഉണ്ടോ? മേരിനെ ഈ നിൽക്കുന്ന കറിയൊക്കെ കെട്ടിക്കൊടുക്കാൻ പോവാണ്. മനസ്സുയോത്യത്തിലുള്ള ദിവസം നിശ്ചയിച്ചാ കറിയാ വന്നിരിക്കുന്നത്. എന്റെ പൊന്ന് തോമാച്ച, ഞങ്ങളെ ചതിക്കരുത്. മത്തായിക്കുട്ടിയുടെ കെട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയായിപ്പോ. എടേ മേരിക്കുട്ടി, ആ ചൂല എടുത്തോണ്ട് 2 എണ്ണത്തിന് അടിച്ച് ഇറക്കിട്ട് ഇവിടുന്ന്. അയ്യോ, ചൂലൊന്നും എടുക്കണ്ടോ? എന്നാ ഇറങ്ങിപ്പോ. നാറി തളന്ത വന്നിരിക്കുന്നുണ്ട്. പെണ്ണി ചോദിക്കാം. എന്തായി കറിയ? അച്ഛനെ കണ്ടോ? കണ്ടു. 4-ാം തീയതി മനുഷ്യോദ്യവും 6-ാം തീയതി കല്യാണം നടത്തിക്കോളാൻ പറഞ്ഞിരിക്കുക അച്ഛൻ. അങ്ങനെ അടുത്തടുത്ത് തന്നെ അതങ്ങ് നടക്കട്ടെ. അതായിരിക്കും ദൈവഹിതം. അത് കാണാൻ എന്റെ തറവി ഇല്ലാതെ പോയി.
നടക്കട്ടെ. മേരി ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടു? ആരും കണ്ടില്ലെന്നാണ് തോന്നുന്നത്. കണ്ടാലും സാരമില്ല ജോയിച്ച. ഇനിയും ഇതിങ്ങനെ ഒളിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? മേരി എന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്? ഇന്ന് തീയതി 1 4-ാം തീയതി എന്റെ മനസ്സ് ചോദ്യം വെച്ചിരിക്കാണ് ജോയിച്ച. അതിനു മുമ്പ് എല്ലാം ഒന്ന് തീരുമാനിക്കണ്ടേ? എന്ത് തീരുമാനിക്കുന്ന കാര്യമാണ് മേരി പറയുന്നത്? ആ കറിയാ ചട്നി എന്നെ കെട്ടിച്ചു കൊടുക്കാൻ അപ്പച്ചൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൊള്ളാം, കറിയ നല്ലവനാണ്. ജോയിച്ച, മേരിയുടെ അപ്പച്ചൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാണ്. ജോയിച്ചിന് തീരുമാനമൊന്നുമില്ലേ? എന്നെ അല്ലാതെ കല്യാണം കഴിക്കില്ലെന്ന് ജോയിച്ചൻ തീരുമാനിച്ചതല്ലേ? ഞാൻ തീരുമാനിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല മേരി. ഞാൻ എന്റെ അപ്പച്ചനോട് അമ്മച്ചോട് സംസാരിച്ചു നോക്കി, അവർ സമ്മതിക്കുന്നില്ല. അവരുടെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് മേരി, കറിയായി തന്നെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ജോയിച്ച, നടക്കാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ മേരി? നടക്കാതെ പറ്റുകയില്ല ജോയിച്ച. ഞാൻ ഗർഭിണിയാണ്. അതെ ജോയിച്ച. നേരാണോ മേരി പറയുന്നത്? നുണ പറയാൻ എനിക്കറിയാൻ പാടില്ല ജോയിച്ച. വീട്ടുകാരെ അറിയിച്ച് ഉടനെ കല്യാണം നടത്തണം. കല്യാണമോ? ഞാനെന്തിനാ കല്യാണം കഴിക്കുന്നത്? എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലല്ലേ ജോയിച്ച. ജോയിച്ചിനല്ലാതെ പിന്നെ ആരാണ് എന്നെ കല്യാണം കഴിക്കേണ്ടത്? എനിക്കതിനുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല. ജോയിച്ചിന് മാത്രമാണ് ഉത്തരവാദിത്വം. ജോയിച്ചൻ മാത്രമേ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടുള്ളൂ. അതെല്ലാ പെണ്ണുങ്ങളും പറയുന്നതാണ്. ഈ സൂത്രമൊന്നും ജോയിയോട് വേണ്ട. ജോയിച്ച, ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. മേരിക്ക് അപകടം വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ നോക്കൂ. അതിന് രൂപ വല്ലത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരികയും ചെയ്യാം. അല്ലാതെ കല്യാണക്കാര്യം മാത്രം പറയണ്ട. അത് കളയാൻ നോക്കിക്കോളൂ. എന്റെ ജോയിച്ചൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ കാര്യം കൊണ്ടാണ് എന്റെ അമ്മച്ചി മരിച്ചത്. ഇനി എന്നെയും കൊല്ലാൻ പോവാണോ? അവൻ തന്നെ കൊല്ലുന്നില്ല, ഞാൻ തന്നെ നിന്നെ കൊന്നേക്കാൻ വേണ്ടി. അമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം അമ്മച്ചി. നീ ഒരു അക്ഷരം വേണ്ടി പോകരുത്. എടി, ഈ വീട്ടിനകത്ത് കാലെടുത്ത് വെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വല്ലയിടത്തും ഒക്കെ നടന്ന് ബൈക്കിലായപ്പോൾ എന്റെ മോനെ ചുറ്റിക്കാൻ വന്നിരിക്കുന്നു. ഓടി വഴി. അമ്മച്ചി ഇപ്പോഴും ഇങ്ങോട്ട് വന്നത് നന്നായി. അതേടാ, ഞാൻ വന്നത് വളരെ നന്നായി. ഇവിടെ പറയുന്നതെല്ലാം ഞാൻ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. എടാ, വേഗം പോയി ഒരു തീരുമാനം ഉണ്ടാക്കിച്ചു. ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ അപ്പനെ നിനക്ക് അറിയാമല്ലോ. അവൻ ഇവിടെ വന്ന് നിന്നെയും കൊല്ലും, എന്നെയും കൊല്ലും, നിന്റെ അപ്പനെയും കൊല്ലും. ഈ വീടിന് തീയും വയ്ക്കും. അതുണ്ടാകുന്നതിന് മുൻപ് വേഗം പോയി ഇതിന് സമാധാനം ഉണ്ടാക്കും. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം അമ്മച്ചി? നീയോ? നീ എവിടെങ്കിലും പോയി ചാവണം, നശിച്ചവനെ. ആ പെണ്ണിന്റെ അപ്പൻ ഇവിടെ വഴക്കം കൊണ്ട് വരുന്നതിന് മുൻപ് വേഗം പോയി തീരുമാനം ഉണ്ടാക്കും. എന്റെ മാറാവേ.